പിറവം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ചൂടിന് താൽക്കാലിക ശമനമായെങ്കിലും വേനൽ ചൂടിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. ചൂടിന് ആശ്വാസം പകർന്ന് വേനൽ മഴ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷ. പിറവം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ രാഷ്ട്രീയ ചൂടിന് താൽക്കാലിക ശമനമുണ്ടായെങ്കിലും സംസ്ഥാനത്ത് വേനൽ ചൂടിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. കേരളം വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. പല സ്ഥലത്തും വേനൽ ചൂട് കനത്തതോടെ സൂര്യാഘാതങ്ങളും ഉണ്ടാകുന്നു. സൂര്യൻ ഭൂമധ്യ രേഖയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് പ്രയാണം ചെയ്യുന്ന ഉത്തരായനം എന്ന പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണം. ഉത്തരായനം അവസാനിച്ചാൽ മാത്രമേ മൺസൂൺ ആരംഭിക്കുകയുള്ളൂ. കുറഞ്ഞ അന്തരീക്ഷ താപനിലയും കൂടിയ താപനിലയും തമ്മിലുള്ള ഏറ്റക്കുറച്ചിലും ഇപ്പോഴത്തെ കൊടും ചൂടിന് കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ വ്യക്തമാക്കുന്നു. താപനില ഏകദേശം സാധാരണയിലും ശരാശരി 1 ഡിഗ്രി എങ്കിലും ഉയർന്നു നിൽക്കുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. പിന്നെ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് മിനിമം ടെമ്പറേച്ചറിലുള്ള വർധനവാണ്. മിനിമം ടെമ്പറേച്ചർ ഇപ്പോൾ ശരാശരി 25-26 ഒക്കെയാണ് വരുന്നത്. തന്മൂലം ഈ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യതിയാനം വളരെ കുറവാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ 25 ഡിഗ്രി 26 ഡിഗ്രിയാണ്. മാക്സിമം ഏകദേശം ശരാശരി 34 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പുനലൂരിലാണ് സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 38.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുനലൂരിലെ താപനില. സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിൽ ശരാശരി താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂടിനൊപ്പം അന്തരീക്ഷ ഈർപ്പത്തിലും വർധനവുണ്ടാകുന്നുണ്ട്. വടക്കു നിന്നുള്ള വരണ്ട കാറ്റിന്റെ വരവാണ് ഇതിന് കാരണമായി പറയുന്നത്. വേനൽ മഴ എത്തിയാൽ മാത്രമേ ഇതിന് ശമനമുണ്ടാകുകയുള്ളൂ. അടുത്ത ആഴ്ചയോടുകൂടി മഴ എത്തുമെന്നാണ് പ്രതീക്ഷ. അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റിയുടെ അളവ്, ഈർപ്പത്തിന്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാറ്റ് ശരിക്കും വരണ്ട കാറ്റ് വടക്ക് നിന്നും വീശുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഏകദേശം ഒരാഴ്ച കൂടെ നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോഴുള്ള നമ്മളുടെ പ്രതീക്ഷ. അതിനുശേഷം 26-ന് ശേഷമൊക്കെ കൂടുതലായിട്ട് മഴ കിട്ടിത്തുടങ്ങും കേരളത്തിൽ. എന്തായാലും വേനൽ മഴ വൈകുന്നതോടെ സംസ്ഥാനത്തെ ജലസംഭരണികളിലെ വെള്ളത്തിന്റെ അളവും താഴ്ന്നിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ വെള്ളത്തിന്റെ അളവ് സംഭരണശേഷിയുടെ 37% കുറഞ്ഞിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ചെറിയ അണക്കെട്ടുകൾ അടുത്ത മാസം അടയ്ക്കുന്നതോടെ കേരളം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയും നേരിടേണ്ടി വരും. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ്. വേനൽ മഴ പ്രതീക്ഷിച്ച സമയത്തെത്തിയില്ലെങ്കിൽ ചൂടിനൊപ്പം സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയും നേരിടേണ്ടി വരും. സുദീപ് ജെ സലീം, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.